റൈറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്. നമ്മളത് നോക്കിക്കൊണ്ടാണ് വാഹനം എടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതും ഒരു ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാർ മനസ്സിലാക്കുക, നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ക്ലച്ചിൽ കാല് വെക്കേണ്ട ശരിയായ ഒരു വിധമുണ്ട്. അതായത് ക്ലച്ച് അമർത്തേണ്ട ഒരു ശരിയായ വിധമുണ്ട്. ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ക്ലച്ചിൽ എങ്ങനെ കാല് പൂർണ്ണമായിട്ടും അമർത്തണം, എത്ര വേഗത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കണം, അതിനുശേഷം പിന്നെ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾ ഏത് ടൈമിലാണ് ക്ലച്ചെ കാലെടുത്ത് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടക്കക്കാർ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് ക്ലച്ച് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വണ്ടി ഓടിച്ച് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ എപ്പോഴൊക്കെ ക്ലച്ച് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യണം, യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടം തൊട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ കാല് മെല്ലെ ബ്രേക്കിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ എൻ്റെ കാലിരിപ്പുണ്ട്. ഇനി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ടാമതായിട്ടാണ് ഞാൻ ക്ലച്ച് അമർത്തുന്നത്. ബ്രേക്കിൽ കാല് വെക്കുന്നു, അതിനുശേഷം ക്ലച്ച് അമർത്തി ഞാൻ ഇതേ വാഹനം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഓഫാണ്. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഇനി നിങ്ങൾ കൃത്യമായിട്ടും ഞാൻ ക്ലച്ച് യൂസ് ചെയ്യുന്നതും ഏതൊക്കെ അവസരങ്ങളിൽ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നു, ഇടയ്ക്ക് എപ്പോഴൊക്കെ ഞാൻ ക്ലച്ച് കാല് കൊണ്ട് വെക്കുന്നു, ഓരോ ഗിയർ മാറുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കുക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് അയക്കുമ്പോൾ തന്നെ വാഹനം മുന്നോട്ട് റണ്ണാകുന്ന ഒരു പൊസിഷനിലേക്ക് വരും. ആ സാഹചര്യത്തിൽ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ആവറേജ് മൂവ് ആയതിനു ശേഷം പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഇത്ര ഒരു ടൈം എടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. പല ആൾക്കാരും തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് വണ്ടി ജസ്റ്റ് മൂവ് ആയി എന്ന് കരുതി പെട്ടെന്ന് കാലെടുക്കാറുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മൾ വാഹനം ജസ്റ്റ് ഒന്ന് മൂവ് ആയി ആവറേജ് വണ്ടി ഒന്ന് റോഡിൽ റണ്ണായി എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഞാനിത് ആക്സിലേഷൻ കൊടുത്തു പോവുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഇനി എപ്പോഴാണ് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ക്ലച്ചിൽ കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. മൂവ് ആയതിനു ശേഷം ആക്സിലേഷൻ കുറയ്ക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ചിൽ ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ കാലയക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്തപ്പോൾ ഇച്ചിരി ടൈം ഇട്ടാണ് എടുത്തത്. എന്നാൽ നമ്മൾ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കുക, നമ്മൾ ആ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് അമർത്തുന്നു, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു, ഉടനടി തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അങ്ങനെയായിരിക്കണം നിങ്ങൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ക്ലച്ചിൽ കാല് വെക്കേണ്ട ഒരു വിധം പറയാം. ഇത് ഫസ്റ്റ് ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. നല്ല രീതിയിൽ മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. അതായത് അടുത്ത ഗിയർ ഇടാനായിട്ടുള്ള ടൈം വന്നപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് അമർത്തി തേർഡ് ഗിയർ കൊടുത്തു. ഇനി ക്ലച്ചിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഞാൻ ഇവിടെ നേരത്തെ തന്നെ ക്ലച്ചിലേക്ക് കാല് വരുന്നു, ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി ഇവിടെ നിർത്തുകയാണ്. കാരണം ഞാനിവിടെ ഒരു ജംഗ്ഷനിൽ വന്നു, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ കയറ്റത്തോടു കൂടി ഒരു സ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ബ്രേക്ക് കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ച് ഞാൻ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ക്ലച്ച് താങ്ങി വേണം വാഹനം എടുക്കാൻ. അതായത് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ആക്സിലേഷൻ കൂടെ കൊടുത്ത് വേണം വാഹനം നമ്മൾ മുന്നോട്ടെടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാൻ വാഹനം എടുക്കുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പം റൈറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്. നമ്മളത് നോക്കിക്കൊണ്ടാണ് വാഹനം എടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ടേൺ എടുത്തു. ഈ ഒരു സമയത്ത് ഞാനിത് ഹാഫ് ക്ലച്ചും ഹാഫ് ആക്സിലറേറ്ററും വന്നു, ബ്രേക്കിലും വന്നു. ഇനി ഇതേ വണ്ടിക്ക് മൂവ് ആക്കി ഫസ്റ്റ് ഗിയറിലാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കരുത്. വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം ഇതേ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് കൊടുക്കുന്നു,
അതിനുശേഷം ക്ലച്ചിൽ നിന്ന് സാവധാനത്തിൽ കാലയക്കുക. നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് എത്തി എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുക. വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, വീണ്ടും തേർഡ് കൊടുക്കുന്നു, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇനി അടുത്തൊരു ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇനി നമ്മൾ ചില സാഹചര്യങ്ങളിൽ ക്ലച്ചിൽ കാല് വെച്ച് വാഹനം ഓടിക്കേണ്ടി വരും. അതെപ്പോഴാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചില സാഹചര്യങ്ങളിൽ ക്ലച്ചിൽ കാല് വെച്ച് വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അതിനൊരു ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കാലിതേ മെല്ലെ ബ്രേക്ക് വരുന്നു, ഇവിടെ നിന്ന് ഒരു വാഹനം റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ്. ഇത് ഈ ഒരു സമയത്ത് എൻ്റെ കാലിതേ ക്ലച്ചിൽ ഓൾറെഡി വന്ന് കുറച്ച് നേരം നിന്നു, ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്ത് തേർഡിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം ആ ഒരു സാഹചര്യത്തിൽ മുന്നിലൊരു വണ്ടി വന്നപ്പോൾ ഞാൻ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് വണ്ടി സ്ലോ ചെയ്യാൻ നോക്കരുത്. നോക്കിയാലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, തുടക്കക്കാരെ സംബന്ധിച്ച് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ മെയിൻ റോഡിൽ മുന്നിലുള്ള വാഹനത്തിനോട് അടുത്ത് എത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ബ്രേക്ക് ചെയ്യും. പെട്ടെന്ന് വണ്ടി ആ ബ്രേക്കിൻ്റെ അളവ് കൂടുതൽ കാരണം വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫ് ആവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത്, മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്, പതുക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കാല് ജസ്റ്റ് ക്ലച്ചിൽ ഇങ്ങനെ വെച്ചേക്കുക. ചവിട്ടി താക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി താക്കുക, അതിനൊപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്തിട്ട് അതേ സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു, കാരണം മുന്നിലൊരു വണ്ടിയുണ്ട് എന്ന് കരുതിയാണ് ഞാനത് ചെയ്തത്. ഓക്കെ, വീണ്ടും നമ്മൾ ഓരോ ഗിയർ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഫസ്റ്റ് ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആക്കുക, ആക്സിലേഷൻ കുറയ്ക്കുക, ക്ലച്ച് ഔട്ട് തേർഡ് കൊടുക്കുക. അപ്പം മുന്നിലൊരു വണ്ടിയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി മുന്നിൽ പോകുന്ന വണ്ടി സ്ലോയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മെല്ലെ കാലൊന്ന് എടുത്ത് ക്ലച്ച് വെറുതെ വെച്ചേക്കുക. ചിലപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അതിനെ നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി ഇതേ തേർഡിൽ പോവുകയാണ്. ഇപ്പം മുന്നിൽ ഇതേ ഒരു വാഹനം പോകുന്നു, എൻ്റെ കാലം ഇതേ മെല്ലെ ബ്രേക്ക് വന്നിട്ട് ഇത് ഞാൻ ക്ലച്ച് കാലൊന്ന് എടുത്ത് വെക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ തേർഡിലാണ് പോകുന്നത്, ചിലപ്പോൾ ഒന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് കൊടുക്കേണ്ടി വരും. ഇതേ ഈ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തത് സെക്കൻഡ് കൊടുത്തു, ക്ലച്ച് എന്ന് കാലയച്ചു. നിങ്ങൾ നോക്കിക്കേ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടിട്ട് തേർഡ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കും വരികയാണ്. നോക്കുക, ഇവിടെ മുന്നിലൊരു വണ്ടി റൈറ്റ് ഹാൻഡ് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തു, അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ ഇവിടെ വണ്ടി സ്ലോ ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കുക, പെട്ടെന്ന് ക്ലച്ചിൽ ഓൾറെഡി നമ്മൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തെ ചവിട്ടി നിർത്താനായിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഇനി വാഹനത്തെ മെല്ലെ മൂവ് ആക്കിയാൽ മതി. ഇറക്കത്തോട് കൂടിയ റോഡായതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലയക്കുമ്പോൾ തന്നെ വാഹനം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുന്നു, വീണ്ടും ക്ലച്ച് ഔട്ടുകയാണ്, സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു, ഓൾറെഡി റോഡ് സ്ട്രൈറ്റ് ആണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ ക്ലച്ച് ഔട്ട് തേർഡ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, ഇതേ ഫോർത്ത് ഗിയർ കൊടുക്കുന്നു, നാലാമത്തെ ഗിയർ കൊടുത്തു. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് കാലെടുത്ത് ഇവിടെ വെക്കാം. ഇപ്പോൾ ഓൾറെഡി വാഹനം സ്ട്രെയിറ്റ് റോഡിൽ പോവുകയാണ്. ഇനി നമ്മളിവിടെ ക്ലച്ച് കാലെടുത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷെങ്കിൽ മുന്നിലൊരു വാഹനം സ്ലോ ആയി പോകുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം ഇങ്ങോട്ട് കയറുന്നു, ഒരാൾ ഇങ്ങോട്ട് കയറി വരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ക്ലച്ചിലേക്ക് വരും. ഇവിടെ എനിക്ക് ആ ഗിയർ അഡ്വാൻസ് ചെയ്യണം. ക്ലച്ച് വന്നിട്ട് ഞാനിത് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് കൊടുത്തു. കാരണം ഈ സൈഡിൽ മറ്റ് വാഹനങ്ങൾ വന്ന് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. അതിന് നമ്മൾ കുറച്ച് നേരത്തെ ക്ലച്ച് വരികയാണ്. ക്ലച്ച് വന്നിട്ട് തേർഡിൽ നിന്ന് നേരിട്ട് ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇതേ ക്ലച്ചിൽ തന്നെയാണ് എൻ്റെ കാലിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. ഇതേ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു, ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്ത് ഈ ജംഗ്ഷൻ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. കാരണം നമ്മൾ വാഹനത്തെ ഒന്ന് മൂവ് ആക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടിയെ മൂവ് ആക്കുക. ആ ഒരു സമയത്ത് നമ്മളുടെ കാല് ചെറുതായിട്ട് ക്ലച്ചിലൊന്ന് ഇരിക്കണം. ചിലപ്പോൾ നമുക്കൊന്ന് ക്ലച്ച് താങ്ങിയിട്ട് വാഹനത്തെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇതേ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു, ഓൾറെഡി പെട്ടെന്ന് നമുക്ക് നിർത്താനായിട്ട് കഴിയും. ഓക്കെ, വീണ്ടും ഞാൻ ക്ലച്ച് എന്ന് കാലയച്ച് ഇത് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. വീണ്ടും ഞാൻ ഇതേ പെട്ടെന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ഒരു വിഷയമായിട്ട് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.